ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കട്ടെ. നല്ല അടിപൊളി ഒരു ഡിഷാണ് ഇത്. 4 കിലോ, അതായത് 30 ആൾക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 4 കിലോ കോഴി വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 50 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക. ഒരു 100 ഗ്രാം കോൺഫ്ലവർ ഒന്നായിട്ടാണ് വിതറി കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഉണ്ട് ഇട്ടാൽ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരൊറ്റ ടേബിൾ സ്പൂൺ മുളക് പൊടി മതി, ഒരൊറ്റ ടേബിൾ സ്പൂൺ മുളക് പൊടി മതി ഇട്ടാൽ. എന്നിട്ടൊരല്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കുക. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ട് ഒരു മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ നന്നായിട്ട് പിടിക്കാൻ. എന്നിട്ട് ഇതാ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുക. നമ്മൾ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. പാം ഓയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് മൊത്തമായിട്ടാണ് പൊരിച്ചെടുക്കുക. ഓരോ കഷ്ണം ഇട്ടിട്ട് മൊത്തം കഷ്ണം ഇട്ടതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മസാല കോട്ടിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എന്നിട്ട് അത് പാകത്തിന് വെന്താൽ അത് കോരി മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കുക. ചൈനീസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം ഇഞ്ചി 50 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞതായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 4 സവാള ക്യൂബായിട്ട് ഇതളുകൾ വേറെടുത്തിയതും ഒരു 3 ക്യാപ്സിക്കം പച്ച അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സോസുകളൊക്കെ ഒഴിക്കണതാണ്, അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സോസിലും ഉപ്പുണ്ടാവും. സോയാ സോസിലും ടൊമാറ്റോ സോസിലും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടാൽ. അതേപോലെ തന്നെ ഒരു 1.5 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഫുള്ള് നല്ല ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, നല്ല കത്തിക്കോട്ടെ. എന്നിട്ടേക്ക് നമ്മൾ ഗ്രേവി ടൈപ്പ് ആയ കാരണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ഗ്രേവി ഉണ്ട്. ഫ്രൈഡ് റൈസിക്ക് കഴിക്കാനാണ്, ഫ്രൈഡ് റൈസിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ ഗ്രേവി ടൈപ്പ് വേണം. എന്നിട്ട് നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റി വെച്ച ചിക്കനായി കണ്ട് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക്, അതായത് നമ്മൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി മിക്സാക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കുക. അത് വല്ലാതെ പിന്നെ വേവാനില്ല കേട്ടോ, ഓൾറെഡി എല്ലാം വെന്തതാണ്. അതിനുശേഷം അതാ ഒരു 100 ഗ്രാം കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചത് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചെടുക്കണം കേട്ടോ. ഇത് ഒഴിച്ച പാട് നന്നായിട്ട് ഇളക്കി മിക്സാക്കുക. പിന്നെ ഒരു അധികം സമയം വേവാനില്ല, 2-3 മിനിറ്റ് മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കൂടി നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗമില്ലേ അത് അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മളൊരു കാണാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇത് വെള്ള എള്ള് വാരി വിതറുക. അതേപോലെ തന്നെ ചുവപ്പും മഞ്ഞയും ക്യാപ്സിക്കം ഇതൊക്കെ ഓപ്ഷനലാട്ടോ, അതൊന്നും ഇടണമെന്നില്ല. എന്നിട്ട് ഇതാ നമ്മൾ നല്ല പൊറോട്ടൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.